ഇന്നൊരു റമളാൻ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ ഒരു റമളാൻ ഡേ വിത്ത് മൈ 2 സൺസ് കണ്ടു നോക്കിയാലോ. ഇന്ന് രാവിലെ തന്നെ ഇവാനോനുള്ള ദോശ ചൂടുകയാണ് കേട്ടോ. എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. ഇയാനോനുള്ള ഫുഡും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവനെ ഉറക്കിയ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇവാനോന് ദോശൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. അവനങ്ങനെ ചട്നിയൊന്നും കൂട്ടാറില്ല. നെയ്യ് അഴിച്ച ദോശയാണ് കേട്ടോ അവനിഷ്ടം. അങ്ങനെ അവന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞത് ഞാൻ വേഗം നോമ്പ് തുറക്കാനുള്ള എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഇയാനോ നീറ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ടൈം കിട്ടാറില്ല. അപ്പോൾ ഞാൻ വേഗം എല്ലാ കാര്യങ്ങളും വേഗം നേരത്തെ ചെയ്ത് വെക്കും കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ജീരകക്കഞ്ഞി ഞാൻ ജീരകശാല റൈസിലാണ് ഉണ്ടാക്കാറ്. അങ്ങനെ അതിൽ തന്നെ ഞാൻ ഇവാനോന് റൈസ് എടുക്കാറ് പതിവ്. കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് 2 വിസിലടിക്കും. എന്നിട്ട് ഞാനത് ഇവാനോനുള്ള റൈസ് മാറ്റിയ ശേഷം ഞാൻ ജീരകക്കഞ്ഞി ഉണ്ടാക്കും. ഇതപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉള്ളി വഴറ്റാണ്. അപ്പോഴേക്ക് അവിടെ ഒരാൾ കരയുന്ന സൗണ്ട് കേട്ടു. ഇയാനും നീറ്റു കേട്ടോ. അതിനുശേഷം ഞാൻ ചിക്കൻ മസാലകളൊക്കെ ഇട്ട് ചിക്കനൊക്കെ ഇട്ട് കുറച്ച് നേരം വേവിക്കാൻ വെച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് പൊട്ടാറ്റോ കഴുകി അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനുള്ള ലഞ്ച് കൊടുക്കാൻ ടൈമായിട്ടോ. അവക്കാഡോ ബനാന മാഷാണ് കൊടുക്കുന്നത്. ഹാഫ് അവക്കാഡോ ഹാഫ് ബനാന മാഷാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഫുള്ളൊന്നും അവൻ കഴിക്കില്ല കേട്ടോ. അവൻ കഴിച്ചില്ലെങ്കിൽ ബാക്കി ഇവാനോന് കൊടുക്കും കേട്ടോ. അവന് ബേബി ഫുഡ് ആകുമ്പോൾ കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ട്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ കൊടുക്കാൻ വേണ്ടി കൊടുന്നിരുത്തിയിട്ടുണ്ട്. അവൻ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ വായിലേക്ക് കൊണ്ടുപോകാറില്ല. ഞാൻ അങ്ങനെ കൊടുക്കാറ് പതിവ്. ഞാനതിന് ഫുഡ് കൊടുത്തത് കഴിഞ്ഞതും ഇവാനോനുള്ള ലഞ്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗീ റൈസും യോഗേർട്ടും കുറച്ച് ചിക്കൻ പീസുമാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇവാനോനുള്ള ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞത് ഞാൻ ഇയാനോനെ ഉറക്കാൻ കൊണ്ടുപോയി. അങ്ങനെ അവനെ ഉറങ്ങിയത് ഞാൻ പിന്നെ കിച്ചണിലോട്ട് വന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ്, ഫ്രൈ ചെയ്യാനാണ്. അങ്ങനെ മാരിനേഷനൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അതങ്ങനെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് എടുക്കുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് നോമ്പ് തുറക്കാൻ ടൈമായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴുകി എല്ലാം കൊടുന്ന് വെച്ചു കേട്ടോ. എല്ലാം കൊടുന്ന് വെച്ച് കഴിഞ്ഞതും ബാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുകയാണ്. പിന്നെ അങ്ങനെ സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. സ്നാക്സൊക്കെ കഴിച്ച ശേഷം എന്താ ജീരകക്കഞ്ഞി കുടിക്കുകയാണ്. നോമ്പ് തുറന്ന് അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് വരുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ട വാങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കൂട്ടി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ചായയും കൂടി കുടിച്ചു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.